കൂട്ടുകാരെ, ഇന്നൊരു അമ്പലത്തിൽ പോകുന്ന വീഡിയോ ആണ് കേട്ടോ. ഇൻട്രോ എൻ്റെ കുഞ്ഞിച്ചക്കൻ പറയുന്നുണ്ട്. ഇൻട്രോ എല്ലാവർക്കും അപ്പം മനസ്സിലാവും അവൻ എന്തിനാണ് അമ്പലത്തിൽ പോകണതെന്ന്. ചിക്കു അമ്പലത്തിൽ പോണത് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാ. നല്ല ഇഡ്ഡലി സാമ്പാർ കഴിക്കാൻ വേണ്ടിട്ടാണ് ചിക്കു പോണത്. ഞങ്ങളങ്ങനെ അമ്പലത്തിലെത്തി. ഈ ബർദുബായിലുള്ള അമ്പലത്തിൽ ഞങ്ങൾക്ക് അവിടെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഞങ്ങൾ ജബലലിയോ അവിടെ വേറെ എവിടെയും പോകാറില്ല. ഞങ്ങൾക്ക് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ സൺഡേയും ഇങ്ങോട്ട് വരും. ഞങ്ങളുടെ ട്രിപ്പ് എല്ലാ സൺഡേയും ബർദുബായി അമ്പലത്തിലേക്കാണ്. ഇവിടെ വന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. ഈ ഒരു അറ്റ്മോസ്ഫിയർ അത് എവിടെ പോയാലും കിട്ടില്ല. അത്ര ഒരു പ്രത്യേക രസമാണിവിടെ. എൻ്റെ മോനാട്ടോ വീഡിയോ എടുക്കുന്നത്. ഏട്ടൻ വണ്ടി പാർക്കിംഗ് തപ്പിക്കൊണ്ട് നടക്കുകയാണ്. ഇവിടെ ആകെ പ്രശ്നം അതാണ്, പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാർക്കിംഗ് ചെയ്ത് വരുമ്പോഴേക്കും ഞങ്ങൾ ഉള്ളിലേക്ക് കയറും. നമുക്ക് ഉള്ളിൽ ഇൻസൈഡ് ഷൂട്ടിങ് അലൗഡ് അല്ല. ഞങ്ങൾ ഏട്ടൻ വന്നു, ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇറങ്ങി കഴിഞ്ഞിട്ട് പുറത്ത് വന്ന് ചുമ്മാത്തിരി വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഈ അറ്റ്മോസ്ഫിയർ ഒരു വല്ലാത്തൊരു സുഖമാണ് ഇവിടെ. ഞങ്ങൾ കുറച്ച് പൂവൊക്കെ വാങ്ങും. 1 വീക്കിലേക്കുള്ള പൂവൊക്കെ വാങ്ങി റെഡിയാവും. ചെറിയ ആൾ കുഞ്ഞിച്ചക്കൻ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങും. നല്ല വാശി പിടിക്കും. ഓരോന്ന് കാണുമ്പോഴും അവന് വാശിയാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ അറിയാം. ഇടയിൽ ആൾ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. വാശി പിടിക്കും. 10 എണ്ണം വാശി പിടിക്കും. അതിൽ ഒരെണ്ണം ഞങ്ങൾ ചെയ്തു കൊടുക്കും. അത്രയേ ഉള്ളൂ. എല്ലാം ഒന്നും സാധിപ്പിച്ചു കൊടുക്കാറില്ല. അങ്ങനെതാ ഇത് അമ്പലത്തിന് അതിയുള്ള വഴികളാണ്. ഈ ഒരു വഴി പണ്ടത്തെ ദുബായി തികച്ചും വ്യത്യസ്തമാകുന്ന ഒരു സ്ഥലമാണ് ബർദുബായി. പണ്ടത്തെ അത് ആ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്. കണ്ടോ ഈ വഴികളൊക്കെ കണ്ടോ, എന്തോ ഇടുങ്ങി ഇടവഴി പോലെ. ആ ഒരു പണ്ടത്തെ ഏറ്റവും ഫസ്റ്റിലുള്ള ബിൽഡിങ്ങുകളാണ്. മണ്ണും കല്ലൊക്കെ ആയിട്ടുള്ള ചുവരുകളും ബിൽഡിങ്ങാണ് ഇവിടെ. ഒരു പ്രത്യേക ഭംഗിയാണ്. കടലിനോട് ചേർന്ന് ആ ഒരു പുരാണത്തിൻ്റെ ആ ഒരു തനിമ നിലനിർത്തിയിരിക്കുകയാണ്. ഇതുവരെ അതിനൊരു ചേഞ്ചസും വന്നിട്ടില്ല. കുറേ ഷോപ്പുകളും അറബിക് സാധനങ്ങളും എല്ലാം കിട്ടും. ഇതിൻ്റെ ഈ ഒരു സ്ഥലത്ത് കൂടെ ഞങ്ങൾ ഒരു 2 മണിക്കൂർ ഞങ്ങൾ ഡെയിലി അല്ല, ഞങ്ങൾ സൺഡേ ഇവിടെ ചിലവഴിക്കും. എന്നിട്ട് ഇതിങ്ങനെ ഈ ഒരു വഴി കൂടെ നടന്ന് എല്ലാം കാണും. അങ്ങനെ സാധനങ്ങൾ വാങ്ങലൊക്കെ കുറവാണ്. എന്നാലും ഒരുവിധം എല്ലാ സൺഡേയും വാങ്ങുന്ന ചില സ്ഥലങ്ങളും ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതുണ്ടോ സ്പൈസസും കാര്യങ്ങളും. ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. അത് നമുക്ക് വരുമ്പോഴാണ് അതിനെ പറ്റിയിട്ട് അറിയുള്ളൂ. ഈ ഷോപ്പുകളും എല്ലാം നല്ല വില കുറവാണ് കേട്ടോ. ഇവിടെ നിറയെ മലയാളീസിനെ കാണാം. ആൻറ്റിക് ഐറ്റംസ് ഉണ്ട്. സ്പൈസസ് കണ്ടോ, നല്ല റേറ്റും ഉണ്ട് ഈ സ്പൈസസിന്. പക്ഷേ തുണികൾക്കും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ് ഇവിടെ. എല്ലാ സാധനവും കിട്ടും. ആൻറ്റിക് ആയിട്ടുള്ളതും. നിറയെ ടൂറിസ്റ്റുകൾ വരുന്ന സമയം. ഇതിപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ് നമുക്ക് അധികം തിരക്കുകളോ അതുപോലെ എല്ലാ ഷോപ്പുകളും ഇവിടെ ഓപ്പൺ ആയിട്ടില്ല. എല്ലാം ഇങ്ങനെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈവനിങ്ങിൽ വരുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് ഇവിടെ. ലൈറ്റും പണ്ടത്തെ ടൈപ്പ് ലൈറ്റുകളും അറബിക് സ്റ്റൈലുമായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ്. അതിനിടയിൽ ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ നാട്ടുകാരനെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കണ്ടു. നാട്ടുകാരനായിട്ട് കുറച്ച് വർത്താനം പറഞ്ഞു. എൻ്റെ കെട്ടിയവൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു. മകനാണ് കേട്ടോ ഇതിൻ്റെ കാള്. അച്ഛനെ അങ്ങനെ നടത്തിക്കണം ഇങ്ങനെ നടത്തിക്കണം. നാട്ടുകാരനോട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് തല്ലൊക്കെ കൂടി അങ്ങനെ വരികയാണ്. അതിൻ്റെ ഇടയിൽ ചെറിയാൾ അവിടെ ചെറിയാളുടെ മുഖമൊക്കെ മാറിയിട്ടുണ്ട്. അവിടെ ഓരോ സാധനങ്ങൾക്ക് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരൻ്റെ ഷോപ്പാണ്. ആ ഷോപ്പിൽ നിന്ന് മകൻ വേണ്ടതൊക്കെ എടുക്കുന്നുണ്ട്. എല്ലാം എടുക്കും. ലാസ്റ്റ് അവിടെ തന്നെ വെപ്പിച്ചിട്ട് ഞങ്ങൾ വരും. നാട്ടുകാരൻ്റെ ഷോപ്പാട്ടത്.
എല്ലാവരെയും കാണും ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ നാട്ടുകാരനെയൊക്കെ കണ്ട് അവിടെ ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അവിടെ വർത്താൻ്റെ. കാരണം എല്ലാ സൺഡേയും പോകുകൊണ്ട് ഒരുപാട് ആൾക്കാരായിട്ട് അവിടെ ഞങ്ങൾക്ക് ഭയങ്കര കമ്പനിയാണ്. ഇനി ബാക്കിയുള്ളതാണോ, നല്ല നല്ല സ്ഥലങ്ങളാണ്, നല്ല സാധനങ്ങളാണ്, സ്പൈസസ്, ഡ്രസ്സുകൾ, ഷോപ്പുകൾ കാണാനാണ് ഇവിടെ രസം. ആ ഒരു സ്റ്റൈല് ഷോപ്പ് കണ്ടോ, പണ്ടത്തെ സ്റ്റൈലാണ്, മാറ്റം വന്നിട്ടില്ല. ബിൽഡിങ്ങുകളും കാര്യങ്ങളുമായിട്ട് ദുബായ് വേറൊരു സ്റ്റൈലാണ്. പക്ഷേ ഇതാണ് ദുബായിനെ വ്യത്യസ്തമാക്കുന്ന ഒരു സ്ഥലം. ഇനി ഞങ്ങളുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കായിട്ട് പോണ്. നമ്മൾ നാട്ടിലത്തെ തട്ടുകടയെ ഓർമ്മപ്പെടുത്തുന്ന കുറച്ച് സ്ഥലങ്ങൾ. ഇവിടെ ഞങ്ങളെ വെൽക്കം ചെയ്യുന്നുണ്ടോ. ഞങ്ങളെല്ലാ സൺഡേ ഇവിടെ നിന്നാണ്ട് വിളിക്കുക. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് ആദ്യം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇഡ്ഡലി, ഒരു തട്ടിൽ ഫുള്ള് സാമ്പാർ, അതിൽ ഇഡ്ഡലി മുങ്ങി കിടക്കും, അങ്ങനെയാണ് കിട്ടുക. അത് കഴിക്കാനാണ് നമ്മുടെ ചിക്കു വരുന്നത്. അത് കഴിഞ്ഞ് അച്ഛൻ്റെയും മോൻ്റെയും ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയുടെ അടുത്തേക്ക് നടക്കുകയാണ്. കാർ ഒരുപാട് ദൂരെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ പാർക്കിംഗ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് ഞങ്ങൾ നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചിക്കുക്കുട്ടൻ അവിടെ കരഞ്ഞ് പാട്ട് പാടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഓരോ സാധനങ്ങളും ഓരോ ഷോപ്പിൽ കാണുമ്പോഴും ഞങ്ങൾക്ക് ആവശ്യമാണ്. അത് സ്ഥിരമാണ്, എല്ലാ സൺഡേകളിലുള്ള പാട്ടായതുകൊണ്ട് അവിടെ ഉള്ളവർക്കും അറിയാം, ഉള്ളവർക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. അതേ അവിടെ തെറ്റി നിൽക്കുക കേട്ടോ. ലാസ്റ്റ് എന്തായി അറിയോ, സാധനങ്ങളൊന്നും കിട്ടിയില്ല. അപ്പം എന്തായി, എനിക്ക് നടക്കാൻ വയ്യേ എന്ന് പറഞ്ഞിട്ട് അവിടെ വിഷമിച്ച് നിൽക്കുക, അടികൂടി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഏട്ടൻ ചുമ്മാ തോണ്ടി വരുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ ലാസ്റ്റ് ഓക്കെ ആയി, കാർ കയറി കൊണ്ടുപോയി ആയി. അപ്പോൾ ഈ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു. കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.